الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. മൻദൂമത്തു അൽ ഖലാഇദുൽ ബുർഹാനിയ എന്ന കിതാബിൻ്റെ 7ാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. 27ാമത്തെ ബൈത്ത്. ബാബുൽ ഫുറൂദിൽ മുഖദ്ദറത്തി ഫി കിതാബില്ലാഹ്. ഈ ബൈത്തിൽ മുഅല്ലിഫ് റഹിമഹുല്ലാ പറയുന്നത് ഖുർആനിൽ പറയപ്പെട്ട നിശ്ചിത ഓഹരികൾ, അനന്തരാവകാശികൾക്ക് ലഭിക്കുന്ന ഓഹരികളെ സംബന്ധിച്ചാണ് ഇതിൽ പറയുന്നത്. ബാബുൽ ഫുറൂദി, ഫർദുൻ ജമ്മ് ഫുറൂദ്, ഓഹരികൾ. അന്നസീബുൽ മുഖദ്ദറു ശർഅൻ ലിൽ വാരിസി, വാരിസിന് ശർഅപരമായിട്ട് വാരിസിന് ലഭിക്കുന്ന ഓഹരി, അതാണ് ഫർദ് കൊണ്ടൊരു ഉദ്ദേശം. അപ്പം ബാബുൽ ഫുറൂദി, ഫർദുകൾ പറയുന്ന ഓഹരികളെ പറ്റി പറയുന്ന ബാബ്. അൽ മുഖദ്ദറത്തി, നിശ്ചയിക്കപ്പെട്ട ഓഹരികൾ. ഫി കിതാബില്ലാഹി തആല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിഥ്യങ്ങൾക്ക് ലഭിക്കാനായി നിശ്ചയിച്ച് പറഞ്ഞതായ ഓഹരികളെ സംബന്ധിച്ച് പറയുന്ന ബാബ്. ബൈത്ത് ആരംഭിക്കുന്നത് ബിൽ ഫർദി വത്തഅസീബി ഇർസുൻ സബത ഫൽഫർദു ഫിൽ കിതാബി സിത്തതൻ അത. ബിൽ ഫർദി വത്തഅസീബി, ഫർദ് കൊണ്ടും തഅസീബ് കൊണ്ടും. ഇർസുൻ സബത, സബത ഇർസുൻ ബിൽ ഫർദി വത്തഅസീബ്, അങ്ങനെയാണ്. മഫ്ഊലിനെ മുന്തിച്ചതാണ്. സബത ഇർസുൻ, അനന്തരം ലഭിക്കുന്ന ഓഹരികൾ സ്ഥിരപ്പെട്ടു. ബിൽ ഫർദി, നിശ്ചയിക്കപ്പെട്ട ഓഹരികൾ കൊണ്ടും. വത്തഅസീബി, നിശ്ചയിക്കാത്ത ഓഹരികളും. അങ്ങനെ രണ്ട് രീതിയിലാണ് അനന്തരം എടുക്കപ്പെടുന്നത്. ഒന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു ഓഹരി ഉണ്ടാവും, അല്ലെങ്കിൽ നിശ്ചയിക്കാത്ത ഒരു കൃത്യമായൊരു കണക്കില്ലാത്ത ഓഹരികൾ. അതാണ് തഅസീബ്. ഈ അനന്തരം കിട്ടുന്നത് ഒന്നെങ്കിൽ ഫർദ് മുഖേനയായിരിക്കും, നിശ്ചയിക്കപ്പെട്ട ഓഹരി മാത്രം ലഭിക്കുന്ന ആൾക്കാർ. ആരെപ്പോലെ? ബിന്തുൽ ഇബ്നു. ബിന്തൊക്കെ എന്താണ്? നിശ്ചയിക്കപ്പെട്ട ഓഹരി മാത്രം ലഭിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം അസബക്കാരായിരിക്കും, നിശ്ചയിക്കപ്പെട്ട ഓഹരി ഉണ്ടാവൂല, ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ കിട്ടുന്ന ആൾക്കാർ. ഇബിനെ പോലെ, ഇബ്നുൽ ഇബ്നെ പോലെ. മൂന്നാമത്തെ ഒരു വിഭാഗം, ചില സന്ദർഭത്തിൽ നിശ്ചയിക്കപ്പെട്ട ഓഹരി ഉണ്ടാവും, ഫർദ് ഉണ്ടാവും, മറ്റു ചില സന്ദർഭങ്ങളിൽ അസബക്കാരായിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ. സഹോദരിമാർ, അതുപോലെ തന്നെ ബിന്ത് ചിലപ്പം ഫർദുകാരായിരിക്കും, ചിലപ്പം സഹോദരൻ ഇബിൻ്റെ കൂടെ അസബക്കാരായിട്ട് വരും. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും. വേറൊരു രീതിയിൽ ഒരേ സന്ദർഭത്തിൽ തന്നെ ഫർദിൻ്റെയും അസബക്കാരും ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ആര്? അബ്, ഉപ്പയാണ് ആ രീതിയിൽ വരിക. അങ്ങനെ ഫർദിൻ്റെ ഓഹരി ഉണ്ടാവും, അതുപോലെ തന്നെ അസബക്കാരൻ എന്ന നിലയിൽ ബാക്കി സ്വത്തും കിട്ടും. അങ്ങനെ 4 രീതിയിലാണ് നമ്മളെ വാരിഥ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവർ ഏത് രീതിയിൽ വന്നാലും ഒന്നുകിൽ നിശ്ചയിക്കപ്പെട്ട ഓഹരി ഉണ്ടാവും, അല്ലെങ്കിൽ അസബക്കാരനായിരിക്കും. അപ്പം സബത ഇർസുൻ ബിൽ ഫർദി വത്തഅസീബ്, ഈ 2 രീതിയിലാണ് അനന്തരം സ്ഥിരപ്പെടുക. ഇനി ഫൽ ഫർദു ഫിൽ കിതാബി സിത്തതൻ അത. ഫൽ ഫർദു ഫിൽ കിതാബ്, ഖുർആൻ, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ. ഖുർആനിലുള്ള നിശ്ചയിക്കപ്പെട്ട ഓഹരികൾ സിത്തതൻ അത, മൻസൂബാക്കിയിട്ട് പറയാം, ഹാല് എന്ന അടിസ്ഥാനത്തിൽ. അത
അത്തൽ ഫർദു ഫിൽ കിതാബി സിത്തത്തൻ ഹാലാക്കിയിട്ട്, അല്ലെങ്കിൽ സിത്തത്തുൻ ഖബറാക്കിയിട്ട് പറയാം. ഫൽ ഫർദു ഫിൽ കിതാബി സിത്തത്തുൻ. ആ രണ്ട് രീതിയിലും അതിനെന്തുണ്ട്? ഇറാബ് നൽകപ്പെട്ടിട്ടുണ്ട്. സിത്തത്ത് എന്ന് പറഞ്ഞാൽ ഹാല്, സിത്തത്തുൻ എന്ന് പറഞ്ഞാൽ ഖബർ. അപ്പം അത വന്നിട്ടുണ്ട്. അപ്പം അത്തൽ ഫർദു ഫിൽ കിതാബി സിത്തത്തൻ. അപ്പം ഫൽ ഫർദു ഫിൽ കിതാബി സിത്തത്തുൻ അത. ഖുർആനിൽ 6 ഓഹരികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ബൈത്തിൽ അദ്ദേഹം പറയുന്നത് അനന്തരം കിട്ടുന്നത് 2 രീതിയിലൂടെയാണ്. ഒന്ന് ഫർദ്, 2 തഅസീബ്. ഇനി ഫർദായി കിട്ടണമെങ്കിൽ, നിശ്ചയിക്കപ്പെട്ട ഓഹരി ലഭിക്കണമെങ്കിൽ അത് 6 ഓഹരികളാണ് ഖുർആനിൽ പറയപ്പെട്ടത്. അത് ഏതൊക്കെയാണെന്നാണ് അടുത്ത ബൈത്തിൽ അദ്ദേഹം പറയുന്നത്. റുബുഉൻ വസുൽസുൻ നിസ്ഫു കുല്ലിൻ ളിഅഫുഹു വലിജ്തിഹാദിൻ ഗൈറു ദി മസ്റഫുഹു. റുബുഉൻ, ഒന്നാമത്തെ ഓഹരി എന്താണ്? റുബു, 4/1, 1/4. വസുൽസുൻ, 3/1. ഒന്നാമത്തെ ഓഹരി റുബു, രണ്ടാമത്തെ ഓഹരി സുലുസ്, എത്രയാണ്? 1/3, 3/1. നിസ്ഫു കുല്ലിൻ ഐ നിസ്ഫു കുല്ലിൻ മിൻഹുമ ഐ നിസ്ഫു റുബു, അതുപോലെ തന്നെ നിസ്ഫു സുലുസ്. ഇപ്പോൾ റുബുഇൻ്റെ നിസ്ഫ് എത്രയാ? റുബുഇൻ്റെ നിസ്ഫ് സുമുന് 8/1. റുബുഇൻ്റെ നിസ്ഫ് സുമുന് 8/1. അപ്പോൾ 3 ഇല്ലേ? റുബു, സുലുസ്, സുമുന് 8/1, 1/8. അതുപോലെ തന്നെ സുലുസ്, സുലുസിൻ്റെ നിസ്ഫ് എത്രയാ? സുദുസ്, 6/1, 1/6. അപ്പം എത്രണ്ണായി? 5ആയി. 4 റുബു, സുലുസ്, സുമുന്, സുദുസ്. ളിഅഫുഹു, അതിൻ്റെയൊക്കെ ഡബിള്, ഇരട്ടി. ളിഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടി. അപ്പോൾ ളിഅഫുഹു ഐ ളിഅഫു കുല്ലിൻ മിൻഹുമ. റുബുഇൻ്റെയും റുബുഇൻ്റെയും സുലുസിൻ്റെയും ഇരട്ടി. റുബുഇൻ്റെ ഇരട്ടി എത്രയാ? നിസ്ഫ്, 2/1, 1/2. അപ്പം 5 ഇല്ലേ? സുലുസിൻ്റെ എത്ര ഇരട്ടി? ളിഅഫ് എത്ര? സുലുസാനി, 3/2, 2/3. അപ്പം മൊത്തം 6 ഓഹരികൾ. റുബുഇൻ്റെ നിസ്ഫായ സുമുന്, റുബുഇൻ്റെ ളിഅഫായ നിസ്ഫ്, 3 ഇനി സുലുസിൻ്റെ നിസ്ഫായ സുദുസ്, സുലുസിൻ്റെ ളിഅഫായ സുലുസാനി. അങ്ങനെ 6 ഓഹരികളാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വലിജ്തിഹാദിൻ ഗൈറു ദി മസ്റഫുഹു. വലിജ്തിഹാദിൻ, ഇജ്തിഹാദ് കൊണ്ട്, ഗൈറു ദി ഐ ഗൈറു ഹാദിഹി അൽ ഫുറൂദ്, ഇതല്ലാത്ത ഫർദ്, മസ്റഫുഹു, അതിൻ്റെ ഉറവിടം, അതിൻ്റെ മസ്ദർ, മർജിഅ് എവിടെയാണ്? ഇജ്തിഹാദാണ്. അപ്പോൾ ഖുർആനിൽ പറയപ്പെട്ട 6 ഓഹരികൾ കൂടാതെ ഇജ്തിഹാദിലൂടെ ഒരോഹരി അധികമായിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഈ ബൈത്തിൽ പറഞ്ഞത്. വലിജ്തിഹാദിൻ ഗൈറു ദി മസ്റഫുഹു ഐ ഖദ് യരിദു ബിൽ ഇജ്തിഹാദി ഗൈറു ഹാദിഹിൽ ഫുറൂദ്. മസ്റഫുഹു എന്ന് പറഞ്ഞാൽ മർജിഉഹു, അതായത് മാ സിവാ ദാലിക, ഇതല്ലാത്ത ഓഹരികൾ ഫമർജിഉഹു അൽ ഇജ്തിഹാദ്, അതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇജ്തിഹാദാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിലൂടെ സുലുസുൽ ബാഖി എന്നൊരു ഓഹരി, അത് ഉമ്മാൻ്റെ ഓഹരിയാണ്, ഉമ്മാക്ക് കിട്ടുന്ന ഓഹരിയാണ് സുലുസുൽ ബാഖി. മസ്അലത്തുൽ ഉമരിയത്തൈൻ എന്നറിയപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു അത് വിധിച്ചത്. അതുപോലെ തന്നെ അൽ ജദ്ദു മഅൽ ഇഖ്വ, ജദ് ഇഖ്വത്തിനോടൊപ്പം വരുന്ന മസ്അലയിൽ, ചില മസ്അലയിൽ ഇഖ്തിലാഫ് ഉണ്ട്, അതിൽ ജദ്ദിന് കിട്ടുന്ന ഒരു ഓഹരി എന്തുണ്ട്? സുലുസുൽ ബാഖി. അങ്ങനെ 2 ആൾക്കാരാണ് ഈ സുലുസുൽ ബാഖി എന്ന ഓഹരിക്ക് അർഹരാകുന്നത്. അപ്പം ഖുർആനിലൂടെ വന്ന ഫുറൂദുകൾ എത്രയാണ്? 6. ഇജ്തിഹാദിലുണ്ടായ ഫർദ് സുലുസുൽ ബാഖി 1. അങ്ങനെ നമുക്ക് ഫർദുകൾ എന്താക്കാം? 2 രീതിയിലായിട്ട്
വേർതിരിക്കാം. ഒന്ന് ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടത്, 2 ഇജ്തിഹാദിലൂടെ. അങ്ങനെ മൊത്തം 7 ഫർളുകളാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. സഹാബാക്കൾക്കിടയിൽ ഇജ്മാ പോലെ സ്ഥിരപ്പെട്ടതാണ് സുലുസുൽ ബാഖി എന്ന മസ്അല. അപ്പോൾ ഈ 2 ബൈത്തിൽ അദ്ദേഹം ഫർള് ഓഹരികളെ സംബന്ധിച്ചാണ്, വാരിസ്യങ്ങൾക്ക് കിട്ടുന്ന ഓഹരികളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഓഹരികൾ 2 രീതിയിലാണ്. ഒന്ന് നിശ്ചയിക്കപ്പെട്ട ഓഹരി ഉണ്ടാവും, 2 ബാക്കിയുള്ള സ്വത്ത് മുഴുവനായിട്ടും കിട്ടുന്ന രീതി, അസബ താസീബ് എന്ന് പറയും. ഇനി ഫർളുകൾ തന്നെ 6 ഫർള് ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടത്, 1 ഇജ്തിഹാദ് കൊണ്ട് സ്ഥിരപ്പെട്ടത്. അങ്ങനെ മൊത്തം 7 ഫർളുകൾ. ഇതാണ് അനന്തരം കിട്ടുന്ന ഓഹരികളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ഇനി പറയുന്നത് ഈ 6 ഓഹരികൾ കിട്ടുന്ന ആൾക്കാരും അത് കിട്ടാനുള്ള നിബന്ധനകളുമാണ് പറയുന്നത്. 2 രീതിയാണ്. ഇൽമുൽ ഫറായിദിൽ ഖുർആൻ സ്വീകരിച്ചൊരു മൻഹജ് ഉണ്ട്. ഖുർആൻ വ്യക്തികളെ പറഞ്ഞിട്ട് ആ വ്യക്തികൾക്ക് കിട്ടുന്ന ഓഹരികൾ പറഞ്ഞു. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും, ഭർത്താക്കന്മാരെ പറഞ്ഞു, എന്നിട്ട് അവർക്ക് കിട്ടുന്ന 2 ഓഹരികൾ പറഞ്ഞു. പിന്നെ ഭാര്യമാരെ പറഞ്ഞു, അവർക്ക് കിട്ടുന്ന 2 ഓഹരികൾ. മക്കളെ സംബന്ധിച്ച് പറഞ്ഞു, അവർക്ക് കിട്ടുന്ന ഓഹരികൾ. പിന്നെ ഉമ്മാനെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞു, അവർക്ക് കിട്ടുന്ന ഓഹരികൾ. അത് ഖുർആൻ്റെ രീതി. ആ ഒരു രീതി സ്വീകരിച്ച പണ്ഡിതന്മാരും ഇൽമുൽ ഫറായിദിൻ്റെ വിഷയത്തിൽ മുഅല്ലഫാത്തുകളുണ്ട്. മറ്റൊരു രീതി, ഓരോ ഓഹരികളും പറഞ്ഞ് ആ ഓഹരികൾ കിട്ടുന്ന ആൾക്കാർ അതിൻ്റെ ചുവടെ വിശദീകരിക്കും, അതിൻ്റെ നിബന്ധനകളും പറയും. റഹബിയ അതുപോലെ തന്നെ അൽ ഖലാഇദുൽ ബുർഹാനി, ഈ 2 ബൈത്തുകൾ മൻദൂമകളും ആ ഒരു മൻഹജ് സ്വീകരിച്ചവരാണ്. അധികം ആൾക്കാരും ആ ഒരു മൻഹജാണ് സ്വീകരിക്കുന്നത്. കാരണം അതെന്താണ്, തുല്ലാബുകൾക്കൊരു സഹിലായ രീതിയാണ്. ഓരോ ഓഹരികളും ആ ഓഹരി ലഭിക്കുന്ന ആൾക്കാരും അതിൻ്റെ നിബന്ധനകളും ആ രീതിയിലുള്ള പഠനം. പക്ഷേ ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.